Hi, good morning all. Good morning. 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 Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. See. Good morning. Yes, once again, good morning all. Welcome to Smart Sri Edu Consultancy. So you have joined here for the introduction classes. So before starting, let me mute all of you with your permission because there is some disturbances in our classes. Right. Now, is it okay? Voice clear ആണോ ഇപ്പോ? ഇത്ര നേരം ക്ലിയർ ആയിരുന്നുണ്ടാവില്ല അല്ലേ? മീൻസ് അതായത് നിങ്ങൾ എല്ലാവരും ഇവിടെ സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ഗുഡ് മോർണിംഗ് പറയാനും ഓക്കെ നന്നായിരുന്നു. എല്ലാവരും തന്നെ ഗുഡ് മോർണിംഗ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു. സോ ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. ചിലപ്പോഴൊക്കെ ചില ബാച്ചുകൾ പോകുമ്പോൾ ഒന്നോ രണ്ടോ കുട്ടികൾ നമ്മളൊരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഒന്നോ രണ്ടോ പേര് മാത്രം റിപ്ലൈ ആയിട്ട് ഇങ്ങനെ പറയും. ബാക്കിയുള്ളവരൊക്കെ ടൈപ്പ് ചെയ്യും, ചിലരും മിണ്ടാതിരിക്കും. പറഞ്ഞല്ലോ അപ്പൊ തന്നെ മതി, എല്ലാവരും പറയണ്ട. ഓക്കെ, ഒരു ഗുഡ് മോർണിംഗ് നമുക്ക് കിട്ടുമ്പോ എല്ലാവരും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കേൾക്കാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ അത് പറഞ്ഞ ആൾക്ക് അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ് കൊടുക്കുക. കാരണം നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പി ആകും. അത് എന്ത് തന്നെയായാലും അങ്ങനെയല്ലേ? ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ച് അതിൽ നിന്നും കുറച്ചെങ്കിലും ഇങ്ങോട്ട് കിട്ടുമ്പോൾ യു വിൽ ബി ഹാപ്പി. സോ ലൈക്ക് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്, നിങ്ങൾ തിരിച്ചൊക്കെ റെസ്പോണ്ട് ചെയ്തു. അപ്പൊ നമ്മളിവിടെ hospital administration, so that is your new venture that you have undertaken. പുതിയൊരു എന്താ പറയാ ഒരു സംരംഭം അല്ലെ ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾ പുതിയൊരു കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു 68 സ്റ്റുഡൻസ് നൗ ഹാവ് ജോയിൻഡ്. ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. മേ ബി ഇനിയും കുറച്ച് ആളുകളുണ്ട്. ചില ആളുകൾ ഇതിന്റെ റെക്കോർഡഡ് വീഡിയോസേ കാണാൻ പറ്റുള്ളൂ. ചിലർക്ക് ലൈവായിട്ട് വേറെ നമുക്ക് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നിങ്ങൾ യു ആർ ലക്കി ടു ജോയിൻ ദ ലൈവ് ക്ലാസ്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്.
ബാക്കിയുള്ളവര് റെക്കോർഡഡ് ക്ലാസ് കാണും. Okay, that is one of the most important advantage of SmartSri, in which the classes will be provided through Google Classroom. ഇതിന്റെ ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്ന ഏത് ക്ലാസ് ആയിക്കോട്ടെ, ഇതൊരു എന്താ പറയാ ഒരു ഫസ്റ്റ് ക്ലാസ്, ദാറ്റ് മീൻസ് നമ്മൾ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഈ ഒരു കോഴ്സിന്റെ ബെനിഫിറ്റ് എന്താണ്, ആൻഡ് വേർ ഓൾ ആർ ദ ഓപ്പർച്യൂണിറ്റീസ് ലൈഡ്, ഇതിന്റെയൊക്കെ അവസരങ്ങൾ, ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് കൊണ്ട് ഇതിന്റെ അവസരങ്ങൾ എവിടെയൊക്കെയാണ് എന്നതൊക്കെ അറിയാൻ നിങ്ങൾക്ക് ചില പേർക്കൊക്കെ അറിയാമായിരിക്കാം. You may have searched in Google or some other medias. പല ആപ്പിലൂടെയോ മറ്റു പല രീതിയിലോ സംവിധാനങ്ങളിലൂടെയോ ഒക്കെ കുറെ പേരൊക്കെ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലെ, അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. കുറെ പേരൊക്കെ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. കുറെ പേര് ഏതെങ്കിലും ബുക്കുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഡിലൂടെയോ ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ആൻഡ് ഇതിനെല്ലാം ഉപരി ഇതെന്താണ് ഈ കോഴ്സ് എന്ന് ചിലപ്പോൾ ചില ആളുകളുടെ വായിന്ന് നേരിട്ട് കേൾക്കാനും നമുക്ക് ആഗ്രഹമുണ്ടായിരിക്കും. സോ അതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ കുറെ ഡൗട്ട്സ്, കൺഫ്യൂഷൻസ് റിഗാർഡിംഗ് ദിസ് കോഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ ഫസ്റ്റ് പാർട്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 2. ഈ ഒരു ഇൻട്രോ ക്ലാസ് നമ്മൾ 2 സെഷൻസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് വിച്ച് ഈസ് ഗിവൺ ബൈ മീ, ഞാനായിരിക്കും ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ ഒരു ഭാഗം തരാം. ഈ കോഴ്സ് എന്താണെന്നും കോഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ്, വൈ ദിസ് കോഴ്സ് ബിക്കം സച്ച് എ ഡിമാൻഡബിൾ കോഴ്സ്, എന്തുകൊണ്ട് ഈ ഒരു കോഴ്സ് ഇത്രയും വലിയൊരു ഡിമാൻഡബിൾ കോഴ്സ് ആയി മാറി എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ഹാഫ് പാർട്ട് ഓഫ് ദ ഇൻട്രോ, ഈ ഇൻട്രോന്റെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ SmartSri പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു കാര്യങ്ങള്, സർട്ടിഫിക്കേഷൻ സംബന്ധമായ ഡൗട്ട്സ് വിൽ ബി ക്ലിയർഡ് ബൈ ദ ഫൗണ്ടർ ഓഫ് SmartSri, ജയദേവ് സർ. അതിന്റെ ഒരു ഹാഫ് പാർട്ട് ജയദേവ് സർ എന്ന് പറയുന്ന നമ്മുടെ SmartSriയുടെ സ്ഥാപകനായിട്ടുള്ള സർ ആയിരിക്കും നിങ്ങൾക്ക് തരിക. സോ അതൊരു ഡേറ്റിൽ നിങ്ങൾക്ക് ആ ഡേറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സും കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 പാർട്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗം പറയുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങൾക്കുള്ള ഈ ഒരു കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഈസ് നിഷ. എന്റെ പേര് നിഷ എന്നാണ്. SmartSriയുടെ ഒരു ഫാക്കൽറ്റി ആണ്, അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ കോർഡിനേറ്റർ കൂടിയാണ്. ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ എല്ലാം ഒരു കോർഡിനേഷൻ കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. സോ അപ്പോ പേര് മനസ്സിലായല്ലോ. ഈ മുഖം ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. ചിലപ്പോൾ ക്ലാസ്സുകൾ എടുക്കാൻ നേരത്തെ ഉണ്ടാകില്ല എങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ കാണും. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓർ എനി കൺഫ്യൂഷൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയത്തേ നിങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലർ ക്ലാസ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ക്ലാസ്സിന്റെ ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച്, പഠിപ്പിക്കുന്ന ടോപ്പിക്കല്ല അല്ലാതെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ എന്നെ അന്വേഷിച്ചാൽ മതി, ഞാൻ വന്നത് ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലേറ്റ് ആയിട്ട് വന്നവർക്ക് വേണ്ടി വീണ്ടും പറയാണ്, എന്റെ പേര് നിഷ എന്നാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും റെഡിയാണോ? റെഡിയാണോ? 8:30 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇരുന്നത്. പക്ഷെ ഞാൻ ഒരു 10:34 ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ഞാനൊരു കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തു. ഇനിയും കുട്ടികൾ വരാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇനിയും എല്ലാവരും വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്താൽ സമയം പോകും. ഓക്കെ, സോ നമ്മൾ കയറിയവരൊക്കെ എന്താ പറയാ, അവര് വെയിറ്റ് ചെയ്യാണല്ലോ. സോ അവരെ നമ്മൾ ബോറടിപ്പിക്കാൻ പാടില്ല. ഓക്കെ, യെസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ് മീൻസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ലേ? അതായത് ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യുക, ഹോസ്പിറ്റലിനെ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നതിന്റെ അർത്ഥം അതാണ്. യു നോ, മാനേജ്മെന്റ് ഈസ് നോട്ട് എ സിംഗിൾ പ്രോസസ് or it is not an easy task. ഒരു മാനേജ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ് അല്ലെ, എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ എനിക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ഞാൻ അത് എന്ത് ചെയ്യുന്നു. പക്ഷേ ചില കാര്യങ്ങൾ മാനേജ് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അത് ചില പ്രശ്നമാണ്. കാരണം എന്താ, ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഐ വിൽ ഡു ഇറ്റ് പെർഫെക്റ്റ്ലി, ഞാൻ അത് കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുള്ള കോൺഫിഡൻസിൽ ഞാൻ അത് ചെയ്യുന്നു. പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഐ എം നോട്ട് കോൺഫിഡന്റ് വെദർ ദേ ക്യാൻ ഡു ഇറ്റ് പ്രോപ്പർലി. അവരത് മര്യാദയ്ക്ക് ചെയ്യുമോ എന്നുള്ളതിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. സോ ഐ ഹാവ് ടു മേക്ക് ഓർ പ്രിപ്പയർ ദം ടു ഡു ഇറ്റ്.
ഞാൻ അവരെ അത് ചെയ്യിപ്പിക്കാനായിട്ട് ഒരുക്കണം. മാനേജ്മെന്റ് ഈസ് സച്ച് എ പ്രോസസ്. മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് എവിടെയൊക്കെയാണ് പോരായ്മകൾ, ലിമിറ്റേഷൻസ്, വീഴ്ചകൾ എന്തൊക്കെയാണുള്ളത്, ഇതൊക്കെ കണ്ടെത്തി അതെല്ലാം കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ നടത്തി കൊടുക്കുക. അങ്ങനെയാണ് മാനേജ്മെന്റ്. ഒരു മാനേജ്മെന്റ് ഇഫ് ഇറ്റ് ഈസ് സ്ട്രോങ്, all other things will be effective and efficient. അല്ലേ? ഒരു മാനേജ്മെന്റ് സ്ട്രോങ് ആണ്. നമ്മൾ പഠിക്കുമ്പോൾ പറയില്ലേ, ചില കോളേജിൽ പോകാം അത് മാനേജ്മെന്റ് അത്ര ഗുണമില്ല, അതുകൊണ്ട് എന്താണ് ആ കോളേജ് മൊത്തം ഇങ്ങനെയാണ്, കുട്ടികളൊക്കെ വല്ല ക്ലാസ് ടൈമിലൊക്കെ അവരുടെയൊക്കെ ക്ലാസ് കട്ട് ചെയ്തിരിക്കുന്നു, നമ്മൾ പറയാറില്ലേ? നിങ്ങളൊന്നും പറയാറില്ല? ഞങ്ങൾ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ചില കോളേജുകളെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറയും, ആ കോളേജ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, മാനേജ്മെന്റ് ഈസ് വെരി സ്ട്രിക്റ്റ്. സോ സ്റ്റുഡൻസ് എല്ലാം ക്ലാസ് ടൈമിൽ അവരവരുടെ ക്ലാസ്സുകളിൽ തന്നെ, കോളേജസിലൊക്കെ ക്ലാസ് ടൈമിൽ തന്നെ ഉണ്ടായിരിക്കും അല്ലെ. അതേസമയം ചില കോളേജസിൽ നമുക്കറിയാം അവിടെ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, മാനേജ്മെന്റ് കുഴപ്പമൊന്നും. സോ എന്ത് ചെയ്യും, ബാക്കി ഉള്ളവരും കുഴപ്പം. അത് ഒബിയസ്ലി കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ തുടക്കം മാനേജ്മെന്റ് ആണ് ഏറ്റവും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകും. Now we are going to manage the hospitals. After completing your hospital administration course of diploma, you will be able to manage the hospital as a whole. നിങ്ങൾ ഒരു hospital administration course നിങ്ങൾക്കറിയാം, ഇതൊരു 6 months കോഴ്സ് ആണ്. Plus if you have also added your PG to it, ഈ ഒരു കോഴ്സിനോടൊപ്പം PGക്ക് കൂടിയാണ് നിങ്ങൾ ആഡ് ഓൺ ചെയ്തിരിക്കുന്നതെങ്കിൽ it is a 10 months കോഴ്സ് അല്ലെ. ഒരു 10 മാസത്തെ കോഴ്സാണ്. ചില ആളുകൾ ഇപ്പൊ ജോയിൻ ചെയ്തപ്പോ തന്നെ ഡിപ്ലോമ പ്ലസ് PG കൂടി ചെയ്യണമെന്ന് എന്ന് ഉറപ്പ് കൊടുത്തിട്ടാ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ചില ആളുകൾ ഇല്ല, ഞങ്ങളിപ്പോ തൽക്കാലം ഡിപ്ലോമ മാത്രമേ ചെയ്യുന്നുള്ളൂ, PG afterwards we'll think about it. അതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം, അത് കഴിയട്ടെ, അല്ലെങ്കിൽ കോഴ്സ് വൈകിട്ട് എല്ലാം കൂടി ചേർക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറ്റുമോ ഇല്ലേ എന്നുള്ള കൺഫ്യൂഷനിൽ പേടി കൊണ്ട് ചിലര് അത് എടുത്തിട്ടുണ്ടാവില്ല. ഈ ഒരു 2 രീതിയിലുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. നിങ്ങൾ ഇനി ഡൗട്ട് പറയരുത്, അയ്യോ ഞങ്ങൾ PG കൂടി എടുക്കുന്നവരാ, അയ്യോ ടീച്ചറെ ഞങ്ങൾ PGക്കാരാണല്ലോ, അപ്പൊ ഞങ്ങൾ ഇനി ഇത് പുറത്തു പോകണോ എന്ന് ചോദിക്കില്ലേ. രണ്ടും കൂടിയുള്ള ഒരു ഇൻട്രോയാണ്. മനസ്സിലായോ? രണ്ടും എടുത്തിരിക്കും ഇല്ലേ? അങ്ങനെയുണ്ടോ അവിടെ? ഡിപ്ലോമ പ്ലസ് PG എടുത്തിരിക്കുന്ന കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? പ്ലീസ്. ഉണ്ട്. ഓക്കെ. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ 2 കൂട്ടരും ഉണ്ട് ഇവിടെ. ഓക്കെ. അപ്പൊ നമുക്ക് 2 കൂട്ടർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യുക എന്നതാണ്. See, all of us have gone to a hospital. ഒരു ആശുപത്രി എന്ന് പറയുന്ന സ്ഥലത്ത് പോകാത്തവരായിട്ട് നമ്മളിൽ ആരും ഉണ്ടാകില്ല. ബിക്കോസ് ഇന്നത്തെ കാലത്താണെങ്കിലും പ്രത്യേകിച്ചും അല്ലെ, ഒരു കാലഘട്ടത്തിൽ ആശുപത്രികളിലത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ബിക്കോസ് ഓഫ് ദെയർ സ്ട്രെങ്ത്, അവരുടെ ആരോഗ്യം അല്ലെ, അവരുടെ എനർജി, അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ആ രീതിയിലായിരുന്നു പണ്ട് അല്ലെ. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ എന്താ പറയാ കലോറീസ് ഒക്കെ നമ്മൾ ബേൺ ഔട്ട് ചെയ്യാനായിട്ട് വി ഹാവ് ഡൺ സം മെനി ഫിസിക്കൽ ആക്ടിവിറ്റീസ്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അന്നൊക്കെ ചെയ്തിരുന്നു അല്ലെ. നമ്മൾ എന്താ പറയാ ഇടിക്കുക, പൊടിക്കുക, അലക്കുക, ഇതൊക്കെ ചെയ്തിരുന്നു. നൗ ഇൻസ്റ്റന്റ് ഇതിനെല്ലാം പുറമെ ഈ പറയുന്ന ഇന്നത്തെ കാലത്ത് ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അധികവും. ആൻഡ് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ സം മെഷീൻസ്. ഇതെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യേണ്ട, അധ്വാനിക്കേണ്ട, നമ്മുടെ ഫിസിക്കൽ ആ ഒരു ആക്ടിവിറ്റീസ് ചെയ്യേണ്ട സ്ഥാനത്തൊക്കെ നമ്മൾ പലതരത്തിലുള്ള മെഷീൻസ് എന്ത് ചെയ്യുന്നു, റിപ്ലേസ് ചെയ്യുന്നു. അല്ലെങ്കിൽ അതിന് പകരം അത് ഉപയോഗിച്ചു. അലക്കുന്ന കല്ലില്ല, പകരം അലക്ക് മെഷീൻ അല്ലെ, വാഷിംഗ് മെഷീൻ. അരയ്ക്കുന്ന കല്ലില്ല, പകരം നമ്മുടെ മിക്സി, ഗ്രൈൻഡർ എന്നിവയൊക്കെ ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പോ നിലം തുടയ്ക്കുന്നില്ല, ബോക്കം ക്ലീനേഴ്സ് ഉണ്ട്. സോ ഓൾ ദീസ് ആക്ടിവിറ്റീസ് ബിക്കേം മോർ സിംപ്ലർ ആൻഡ് ഓൾസോ ഇറ്റ് അഫക്റ്റഡ് അവർ ഹെൽത്ത്. അപ്പൊ എന്ത് പറ്റി, ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ നമ്മൾ മെഷീൻസ് സ്ഥാപിച്ചപ്പോൾ നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിന്റെ ആ ഒരു ഇത് കുറഞ്ഞു. ആൻഡ് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ആ ഒരു കലോറീസ് ബേൺ ഔട്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നില്ല. സോ ഒബിയസ്ലി എന്ത് സംഭവിക്കും, നമ്മുടെ ഹെൽത്തിന് പലതരത്തിലുള്ള ഇഷ്യൂസ് വരും അല്ലെ, ഹെൽത്ത് പ്രോബ്ലംസ്. നമുക്കറിയാം നമ്മൾ പല രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് ഇന്ന ടെസ്റ്റ് ചെയ്യും, ആ സ്കാൻ ചെയ്യും, ഇത് ചെയ്യും, അത് ചെയ്യുന്ന പറയുമ്പോഴായിരിക്കും അയ്യോ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇയർ ബാലൻസ് കംപ്ലൈന്റ് അല്ലെ, എന്താ പറയാ നടക്കാൻ പറ്റുന്നില്ല, കാലിന് നീര്, കാലെടുത്ത് വെക്കാൻ പറ്റില്ല, ഓൾ ദീസ് തിങ്സ് ഇതെല്ലാം ഉണ്ട്. സോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ ഹെൽത്ത് പ്രോബ്ലംസ് ഹാവ് ഇൻക്രീസ്, രോഗങ്ങൾ, ഡിസീസസ് ഹാവ് ഓൾസോ ഇൻക്രീസ്. സോ ദാറ്റ് ദ ഡിമാൻഡ് ഫോർ ഹോസ്പിറ്റൽസ് ഓൾസോ ഇൻക്രീസ്. അതിനനുസരിച്ച് മനുഷ്യന്മാരുടെ രോഗാവസ്ഥകൾ കൂടിയപ്പോ, രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ വർദ്ധിച്ചപ്പോ
ഹോസ്പിറ്റൽസിന്റെ ഡിമാൻഡാ വർദ്ധിച്ചാൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഈസ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഇന്നത്തെ കാലത്ത് നമുക്ക് നോക്കിയാൽ പണ്ടൊക്കെ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ ആതുര സേവനം എന്നായിരുന്നു പേര്, അല്ലെ? സേവനം, സർവീസ് ആണ് അവരുടെ ഒബ്ജക്റ്റീവ് ആയിരുന്നത് പണ്ട് കാലത്ത്. പക്ഷെ ഇന്നതല്ല. ഇന്ന് ഹോസ്പിറ്റൽസിന്റെയും ലക്ഷ്യം എന്താണ്? യെസ്, ടു മേക്ക് പ്രോഫിറ്റ്, അല്ലെ? കോമ്പീറ്റ് ചെയ്യുക മറ്റു ഹോസ്പിറ്റൽസുമായിട്ട് മത്സരങ്ങൾ, ഒരു ഹോസ്പിറ്റൽ മറ്റൊരു ഹോസ്പിറ്റലുമായിട്ട് മത്സരങ്ങൾ, ഓരോ വർഷങ്ങൾ ചെല്ലുന്തോറോ മാസങ്ങൾ ചെല്ലുന്തോറോ പുതിയ പുതിയ ഡെവലപ്മെന്റുകൾ ഓരോ ഹോസ്പിറ്റൽസിൽ വരുന്നു. പുതിയ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് പുതിയ രീതിയിലുള്ള എന്താ പറയാ ടെസ്റ്റിംഗ് രീതി, അല്ലെങ്കിൽ ക്യൂറിംഗ് ഓഫ് ഡിസീസസ്, രോഗം ഭേദമാക്കുന്ന രീതി, പുതിയത് ഓരോ ഹോസ്പിറ്റൽസ് കൊണ്ടുവരുന്നു. ഹോസ്പിറ്റൽസ് ഡെവലപ്ഡ് ആകുന്നു. എന്താ റീസൺ? ഹോസ്പിറ്റൽസ് ഇത്ര ഡെവലപ്ഡ് ആകണമെങ്കിൽ അതിന്റെ ബിഹൈൻഡ് അവരുടെ ഇൻകം കിട്ടുന്ന ആരാ അവിടെ കൂടുതൽ ചെയ്യുന്നേ? പേഷ്യൻസ്. അല്ലാതെ അറിയാം, അല്ലേ? ഓരോ ഹോസ്പിറ്റലും ഓരോ വർഷം ചെല്ലുന്നതും കഴിഞ്ഞ വർഷം ഞങ്ങളൊന്നും ഈ ഹോസ്പിറ്റൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇത് ഇത്ര ഒരു 3 സ്റ്റോറിയുടെ ബിൽഡിംഗ് ആയിരുന്നു, ഇപ്പൊ അത് 5 സ്റ്റോറിയുടെ ബിൽഡിംഗ് ആയി മാറിയോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെയൊക്കെ ഇങ്ങനത്തെ രീതി ആയിരുന്നില്ല, ഇവിടെ കുറച്ചുകൂടി എക്സ്റ്റൻഷൻ വന്നു, മറ്റ് ഫെസിലിറ്റീസ് വന്നു. സി ഓൾ ഹാവ് ചേഞ്ച്ഡ്. എന്തുകൊണ്ട്? ഒരു 10 വർഷം ബാക്കിലേക്ക് നമ്മൾ നോക്കുന്ന ഹോസ്പിറ്റൽസും ഇപ്പോഴും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മെനി ഡിഫറൻസസ് ഹാവ് occurred. സോ ഓൾ ദീസ്, ഇതിന്റെ എല്ലാം തന്നെ റീസൺസ് ബിഹൈൻഡ് ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ആൻഡ് ഓൾസോ ടൈപ്പ് ഓഫ് ഡിസീസസ്. മനുഷ്യന്മാരിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ എണ്ണത്തിന്റെ പെരുകലും കൂടാതെ വൈവിധ്യങ്ങളായിട്ടുള്ള രോഗങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഹോസ്പിറ്റൽസിന്റെ ഡിമാൻഡ് വർദ്ധിക്കാനുള്ള കാരണം. സോ ഡ്യൂ ടു ദീസ് ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ ഹോസ്പിറ്റൽസ്, അപ്പൊ എന്ത് പറ്റി? ഹോസ്പിറ്റൽസിൽ ഇങ്ങനെ ഹോസ്പിറ്റലുകളുടെ ഡിമാൻഡുകൾ വർദ്ധിച്ചു വന്നു. അന്നേരം എന്ത് പറ്റി എന്നറിയാമോ? ഹോസ്പിറ്റലിന്റെ ആക്ടിവിറ്റീസ്, ഓപ്പറേഷൻസ്, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരുപാട് പ്രവർത്തനങ്ങൾ വരുമ്പോ നിയന്ത്രണത്തിൽ നിന്ന് പോകും, കൺട്രോൾ കിട്ടുന്നു, ഇല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ വീടുകളിൽ ഇപ്പൊ നമ്മുടെ എന്താ പറയാ വീട്ടില് ഒരു ഏകദേശം ഒരു 5 or 4 അത്രയും ആളുകളൊക്കെ, അല്ലെങ്കിൽ ഒരു 5-6 മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു ഫാമിലിയാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ ഈസി ആയിട്ട് ഡേ ബൈ ഡേ റൂട്ടീൻ അനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യും. മോസ്റ്റ് പ്രോബബ്ലി ലേഡീസ്, അല്ലെ? സ്ത്രീകള്. കാരണം ഒരു വീടിന്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്, ഒരു വീടിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇടയ്ക്കൊക്കെ നമ്മൾ ഒരു അല്ലെ ഇട്ടിട്ട് എവിടെയെങ്കിലും പോകണം എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് മനസ്സിലെങ്കിലും പറയും, ഇല്ലേ? അങ്ങനെ പറയാത്തവരാണോ നിങ്ങളെല്ലാവരും? അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ഒരു ദിവസം പറഞ്ഞല്ലോ, ഇതുങ്ങളെ കിട്ടുന്നത് ഇതിന്റെ ഇടയിൽ ഒന്ന് പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും. കാരണം when it is out of control, നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ മനസ്സിൽ തട്ടി പറയുന്നതല്ല, അത് മനസ്സിൽ തട്ടിയല്ല ഒരിക്കലും ഒന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ അത് പറയാതിരിക്കാൻ എന്ത് ചെയ്യുന്നില്ല, കൺട്രോൾ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാ? നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആ മാനേജബിൾ കണ്ടീഷൻസിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുമ്പോ. അപ്പൊ ഒരു ഹോസ്പിറ്റൽ ഒന്ന് ആലോചിക്കുക, സച്ച് എ ബിഗ് ഹോസ്പിറ്റൽ വിച്ച് ഹാവ് മെനി ഡിപ്പാർട്ട്മെന്റ്സ്. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അല്ലെ? ഒരുപാട് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പീഡിയാട്രിക്സ് ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്, ഓർത്തോപെഡിക്സ് ഉണ്ട്, എന്താ പറയാ റേഡിയോളജി ഉണ്ട്, ക്ലിനിക്കൽ ലാബുകൾ ഉണ്ട്, ഫാർമസി ഉണ്ട്. ഇനിയും നമ്മൾ കേൾക്കാത്തതായിട്ടുള്ള കുറെ ഡിപ്പാർട്ട്മെന്റ്, നിങ്ങൾ പഠിക്കാൻ പോകുന്ന കുറെ ഡിപ്പാർട്ട്മെന്റുകൾ അന്നേരം പഠിച്ചാൽ മതി. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിനകത്തുണ്ട്. ഈ ഹോസ്പിറ്റലുകളുടെ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളെല്ലാം മാനേജ് ചെയ്യണം. ഇഷ്ടംപോലെ രോഗങ്ങളും രോഗികളും പെരുകി വരുന്നു. അന്നേരം എന്ത് പറ്റും? കൺട്രോൾ ചെയ്ത് പോകും. പക്ഷെ കൺട്രോൾ ചെയ്ത് പോയി ഇതൊക്കെ ഇത്രയും ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാൻ പാടില്ല. വി ഹാവ് ടു മാനേജ്, അത് മാനേജ് ചെയ്യണം. സോ ഇറ്റ് ഒക്കേർഡ്, അതിനു വേണ്ടിയിട്ട് ഉദ്ഭവിച്ച അല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ എണ്ണം പെരുകി കൂടുതൽ രോഗികൾ വരാൻ തുടങ്ങി. രോഗികൾക്ക് തന്നെ പലതരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് രോഗങ്ങൾ, ഇതെല്ലാം നമുക്ക് നിയന്ത്രണാതീതമാക്കണം, അല്ലെ? നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരണം, കൺട്രോളബിൾ ആക്കണം. ആൻഡ് ഓൾസോ ഇതെല്ലാം സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻസ് ആയിട്ട് ചെയ്യണം, അല്ലെ? ഒരു ഹോസ്പിറ്റല് നല്ല സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യണം. സോ there comes the necessity of an administrator or a group of administrators. അങ്ങനെ വന്നപ്പോ ഒരു ഹോസ്പിറ്റലിനെ മൊത്തത്തിലൊന്ന് മാനേജ് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വന്നു, നെസസറി ആയിട്ട് വന്നു, എസെൻഷ്യൽ ആയിട്ട് വന്നു. വേണമെങ്കിൽ വേണം, അങ്ങനെയല്ല, ആവശ്യം തന്നെയായിട്ട് വന്നു. അങ്ങനെ ആയതുകൊണ്ടാണ്, ആ ആവശ്യങ്ങൾ കൂടി വന്നപ്പോഴാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇത്രയധികം ആളുകളുടെ ഇടയിൽ ഫെമിലിയർ ആയത്. കൂടുതൽ ചാൻസുകൾ ഉണ്ട് എന്ന് ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയതും അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ ആ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് റെഡിയായി എന്താ പറയാ മുന്നോട്ട് വന്നത്. മനസ്സിലായോ?
മനസ്സിലായോ? അപ്പൊ നമ്മൾ ചോദിക്കും, ഇതിനു മുമ്പും ഹോസ്പിറ്റൽസ് ഇവിടേക്ക് നിലനിന്നിരുന്നില്ലേ? റൈറ്റ്, വെരി വെരി കറക്റ്റ് ആണ്. പക്ഷെ ഇത്രയധികം നിയന്ത്രണാതീതമായിരുന്നില്ല. കാരണം എന്താ? അന്നത്തെ കാലത്ത്, അത് ഞാൻ നേരത്തെ പറഞ്ഞത്, അന്നത്തെ കാലത്ത് ഒരു 10-25 വർഷം പുറകിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാല് നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും വെറൈറ്റീസ് ഓഫ് ഡിസീസസ് ഉണ്ടായിരുന്നില്ല. മനുഷ്യന്മാർ ഒരുപാട് അധ്വാനിക്കുമായിരുന്നു. അവര് തന്നെ വീടുകളിൽ പ്രിപ്പയർ ചെയ്ത് കുക്ക് ചെയ്ത ഫുഡാ കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കഴിക്കുന്നത് തന്നെ വല്ലോടത്തുനിന്നൊക്കെ ജങ്ക് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ നമ്മളെന്താണ് റെഗുലർ ആയിട്ടുള്ള ഫുഡിങ് ഹാബിറ്റ് ഇല്ല, കിട്ടും അപ്പൊ കഴിക്കുന്നു. ജോലി തീർന്നത് കഴിക്കാം, അവിടെ ഇരിക്കട്ടെ, ആരും കൊണ്ടുപോകില്ലല്ലോ, അവിടെ ഇരിക്കട്ടെ, കഴിക്കാം, 4 മണിക്ക് കഴിക്കാം ഉച്ചത്തെ ഭക്ഷണം. ഓക്കെ, സോ ഇറഗുലർ ആയിട്ടുള്ള നമ്മുടെ ഫുഡ് ഹാബിറ്റ്, ജങ്ക് ഫുഡ് ഹാബിറ്റുകള്, ഫാസ്റ്റ് ഫുഡ് ഹാബിറ്റുകള്, ഓൾ ദീസ് തിങ്സ് മെയ്ഡ് ഹ്യൂമൻ ബീങ്സ് മോർ ആൻഡ് മോർ ഡിസീസബിൾ പേഴ്സൺസ്. കൂടുതൽ രോഗികളായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ രോഗികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ. അങ്ങനെ വന്നപ്പോഴാണ് എന്ത് പറ്റിയത്? ഹോസ്പിറ്റൽസിൽ ഒരുപാട് എണ്ണം ആളുകളുടെ ഈ പറയുന്ന ഒരു ഇൻഫ്ലുവൻസ്, എന്താ പറയാ, ഒരു ഒഴുക്ക്, രോഗികളുടെ ഒഴുക്ക് പല രോഗങ്ങളായിട്ടും. അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കുറച്ചുകൂടി ബിസിയാണ്, കുറച്ച് എന്താ പറയാ തിരക്ക് കൂട്ടും. കാരണം ഒരുപാട് പേഷ്യൻസ് വരുന്നു, അവരെയൊക്കെ എന്താ പറയാ പരിശോധിക്കണം, അവർക്ക് മരുന്ന് പ്രൊവൈഡ് ചെയ്യണം, അവർ അഡ്മിറ്റഡ് ആണെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്യണം, അതിനുവേണ്ട വാർഡുകൾ അവൈലബിൾ ആണോ നോക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്തത് കൊണ്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഡിമാൻഡ് വർദ്ധിച്ചത്. ഹോസ്പിറ്റൽസിന്റെ ഡിമാൻഡ് വർദ്ധിക്കാൻ വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? അവിടുത്തെ കാര്യങ്ങളെല്ലാം കൺട്രോളിൽ നിന്ന് പതുക്കെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി. സോ അതിനെല്ലാം തിരിച്ച് അതേ രീതിയിലേക്ക് കൺട്രോളബിൾ പൊസിഷനിലേക്ക് കൊണ്ടുവരണമെന്നും ഇതെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യണമെന്നും എന്നുള്ള ആവശ്യം വന്നു, ഒരു നെസസിറ്റി വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ്, ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയാ വർക്ക് ഫോഴ്സ്, ഒരു ജോലിക്കാരുടെ ഒരു സമൂഹം, അല്ലെങ്കിൽ ഒരു ജോലിക്കാര് ഇതിനു വേണ്ടി ഈ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിൽ മാനേജ് ചെയ്യാം വേണം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഉണ്ടായാലോ, അങ്ങനെ ചിന്തിച്ചാലോ എന്നുള്ള കാര്യങ്ങൾ വന്നു. അങ്ങനെയാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സിന് ഇത്രയധികം പോപ്പുലാരിറ്റി നേടിയത്. അല്ലെ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു 10-25 വർഷം മുമ്പ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാം, അല്ലെ? ഏകദേശം ഈ ഒരു കോഴ്സ് ഒക്കെ ഇത്രയും അധികം ഡിമാൻഡബിൾ ആയത് എപ്പോഴാ? നമ്മളുടെ ഈ എന്താ പറയാ കൊറോണയ്ക്കൊക്കെ ശേഷമാണ്, അല്ലെ? കൂടുതൽ. കാരണം രോഗങ്ങളുടെ എണ്ണത്തിന്റെയും പേരുകൾ തന്നെയാണ് ഇതിന്റെ കാരണം. ഇതൊക്കെ വരുത്തി വെക്കുന്നത് ആര് തന്നെയാണ്? ഇതൊക്കെ കൂടുതലും വരുത്തുന്നതിന് ഏറ്റവും വലിയ കാരണക്കാരാരുടെ നമ്മൾ തന്നെ, എല്ലാം നമ്മൾ തന്നെ. പക്ഷെ നമുക്കറിയാം ഇതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തു വെക്കുന്നതെന്നും ഉണ്ടാക്കുന്നതെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷെ മനുഷ്യന്മാരത് പഠിക്കുവോ? ഇല്ല. നമ്മള് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നില്ല. രാവിലത്തെ ഫുഡ് ചിലരൊക്കെ സ്കിപ്പ് ചെയ്യും. ഉച്ചയ്ക്ക് അത് രാവിലെ കഴിച്ചതല്ലേ, അപ്പൊ ഉച്ചയ്ക്ക് കുഴപ്പമില്ല അങ്ങനെ കഴിക്കുന്നു. രാത്രിയില് എങ്ങനെ കഴിക്കുന്നു? എവിടെന്നെങ്കിലൊക്കെ വഴിയുന്നോ ഒക്കെ കഴിച്ചിട്ട് പോയി വീട്ടിൽ ചെന്നതൊക്കെ ഉണ്ടാക്കി പാത്രമൊക്കെ കഴുകി വെച്ച് ഒരുപാട് സമയം എടുക്കും. സോ അതിന് പകരം ഇവിടെയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോയേക്കാം, ജോലിയൊക്കെ കഴിഞ്ഞ് അവിടെ കഴിയുന്നു. ഇതെല്ലാം മനുഷ്യരുടെ ഓരോ രീതികളാണ്. ഈ രീതികൾ ഓരോ ദിവസവും മനുഷ്യനെ ഓരോ ദിവസവും ചെല്ലുന്നതും അവന്റെ ഐസിനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ എങ്കിലും നമ്മള് ഇത് മാറാം നാളെ മാറാം എന്ന് വിചാരമേ ഉള്ളൂ, പക്ഷെ മാറുന്നില്ല. സോ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഹോസ്പിറ്റലിനെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വർക്ക് ഫോഴ്സ് ആണ്. അത് നമുക്ക് ആവശ്യമുള്ള മേഖല എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്, അല്ലെ? പ്രൈവറ്റ് ആയിട്ടുള്ള സെക്ടേഴ്സിലും പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ലാബുകളുണ്ട്, ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ മാനേജ്മെന്റിന്റെ ആവശ്യമുണ്ട്. എവിടെയൊക്കെയാണോ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും സംരക്ഷണം നൽകുന്ന എല്ലാ മേഖലകളിലും ഈ പറയുന്ന ഒരു വർക്ക് ഫോഴ്സിന്റെ ആവശ്യകതയുണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിനെ മൊത്തത്തിലൊന്ന് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ദ ആക്ടിവിറ്റീസ്, whatever activities are going on in the hospital, whatever operations are, whatever functions are going in the hospital have to be controlled, coordinated, scheduled, and also have to track the effects. ഇതൊരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും എന്ത് കാര്യങ്ങളായിക്കോട്ടെ ഇതെല്ലാം കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക, അതെല്ലാം തന്നെ ഇഫക്റ്റീവായിട്ട് സ്കെഡ്യൂൾ ചെയ്യുക. ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഓരോ രീതിയിൽ അതിനെ മാനേജ് ചെയ്യുക. കൂടാതെ ഇതെല്ലാത്തിനും പുറമെ ഇതെല്ലാം ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അത് ട്രാക്ക് ചെയ്യുക.
ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്തിട്ട് ഞാൻ മാനേജ് ചെയ്യുന്നു, എന്നിട്ട് അത് പ്രോപ്പറായി നടക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കണ്ടേ. മാനേജ് ചെയ്തു, ഓക്കെ, ഞാൻ ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിട്ട് ഞാൻ എന്റെ വഴിക്ക് പോകുകയാണ്, മാനേജ് ചെയ്തിട്ടൊക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, അത് ട്രാക്ക് ചെയ്യണം. വെദർ ഇറ്റ് ഈസ് ഗോയിങ് ഓൺ പ്രോപ്പർലി, സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടോ കാര്യങ്ങൾ, ക്വാളിറ്റി സർവീസസ് പേഷ്യൻസിന് കിട്ടുന്നുണ്ടോ, ഇതൊക്കെ ഉറപ്പ് വരുത്തണം. അപ്പൊ അതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം. അവരാണ് ഹോസ്പിറ്റലിനെ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ളത്. ആ ഒരു ആക്ടിവിറ്റി, അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. The activity which is done by the hospital administrator is called hospital administration. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, കുറച്ച് നല്ല ഇച്ചിരി വർക്ക് ചെയ്യേണ്ട അല്ലെ, എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനും, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് വരുന്ന പേഷ്യൻസിന് വെദർ ദേ ആർ ഗെറ്റിംഗ് പ്രോപ്പർ സർവീസസ്, ക്വാളിറ്റി സർവീസസ്, നല്ല രീതിയിലുള്ള ക്വാളിറ്റി സർവീസസ് കിട്ടുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാൻ, ഉറപ്പുവരുത്താനും നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ചില്ലറ കാര്യമെല്ലാം ഏറ്റെടുക്കാൻ പോണേന്നാണ്. ഇനി അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു ഹോസ്പിറ്റലിൽ ഞാൻ നേരത്തെ പറഞ്ഞു there are different kinds of departments, കാർഡിയോളജി, ഒഫ്താൽമോളജി, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, ഇങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ചില ഹോസ്പിറ്റൽസിൽ ചില ഡിപ്പാർട്ട്മെന്റുകളുടെ എണ്ണം കുറവായിരിക്കും. ഓക്കെ, അത് ഓരോ ഹോസ്പിറ്റൽസിന്റെ ഇത് അനുസരിച്ചിരിക്കും. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും ഹാൻഡിൽ ചെയ്യുന്ന അതാത് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ കാർഡിയോളജി ഫോർ എക്സാമ്പിൾ, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോ ആ കാർഡിയോളജിയിൽ കാലത്ത് തുടങ്ങി ഉച്ച വരെ ഇരിക്കുന്ന ഒരു കാർഡിയാക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ടായിരിക്കാം, ആളുണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം വേറെ ഏതെങ്കിലും ഡോക്ടർ ആയിരിക്കാം ഇരിക്കുക. നൈറ്റ് ഷിഫ്റ്റിൽ ചിലപ്പോ എന്താ പറയാ OP ഒക്കെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നൈറ്റ് ഷിഫ്റ്റിൽ വേറെ ഏതെങ്കിലും ഡോക്ടർ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ചിലപ്പോ ഒരു 3-4-5 ഡോക്ടേഴ്സ് ഒക്കെ ഇരിക്കണ്ടാവും. ബാക്കി ടൈമൊക്കെ അവരവരുടെ വീടുകളിൽ ക്ലിനിക് ഒക്കെ ഓപ്പൺ ചെയ്ത് അങ്ങനെയാണ് അല്ലെ, അങ്ങനെയല്ലേ? നിങ്ങളൊക്കെ അവിടെ എങ്ങനെയാണോ? ഞങ്ങളുടെ അവിടെ ഇങ്ങനെയാണ് ആണോ? ജസ്റ്റ് റെസ്പോണ്ട് ചെയ്തോണ്ട് ഇറക്കി. ഓക്കെ, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ബിക്കോസ് പറഞ്ഞ് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ സെഷൻ കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, ആൻഡ് ലാസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കേണ്ട ഞാൻ തരാട്ടോ. ഓക്കെ, അപ്പൊ ഇത് അങ്ങനെയാണ്. അപ്പൊ ഈ പറയുന്ന എല്ലാ ഡോക്ടേഴ്സിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു HOD ഉണ്ടായിരുന്നു ആ ഡിപ്പാർട്ട്മെന്റിൽ. ലൈക്ക് നമ്മുടെ കോളേജസിലൊക്കെ മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ മാത്സ് ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു HOD അല്ലെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ഹോസ്പിറ്റൽസിലുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ HOD ഉണ്ട്. ആ HOD അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ക്യാൻ കൺട്രോൾ ആൻഡ് മാനേജ് ഓൺലി ദെയർ ഡിപ്പാർട്ട്മെന്റ്. അവർ അവരുടെ ഡിപ്പാർട്ട്മെന്റിനെ മാത്രമേ മാനേജ് ചെയ്യുള്ളൂ. ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആരാണോ ആ HOD കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനെ എല്ലാം എന്ത് ചെയ്യും, അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യും, മാനേജ് ചെയ്ത് കൊണ്ടുപോകും. കാർഡിയോളജിയിൽ മാത്രം ഒതുങ്ങും. അതേസമയം ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ HOD ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിനെ കൈകാര്യം ചെയ്യുന്നത് അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതൊക്കെ ഗൈനക്കോളജിയിലെ HOD ആയിരിക്കും. ലൈക്വൈസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്തുണ്ടായിരിക്കും, HODs ഉണ്ടായിരിക്കും. HODs of all departments will manage and schedule, coordinate only their own departments. അവരവരുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ മാനേജ് ചെയ്യുന്നുള്ളൂ. പക്ഷേ വേണ്ടത് എന്താ, ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഒരുമിച്ച് മാനേജ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. അതാണ് നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിലൊക്കെ ജോലി കിട്ടുമ്പോൾ നിങ്ങൾ ഇതിനെ മാനേജ് ചെയ്യണം. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യാനുള്ള ഒരു വൈദഗ്ധ്യം അല്ലെ, ഒരു എന്താ പറയാ എഫിഷ്യൻസി നിങ്ങൾ നേടിയിരിക്കണം ത്രൂ യുവർ എന്താ പറയാ ബുക്സ്, നിങ്ങൾ പഠിക്കുന്ന ബുക്കുകളിൽ നിന്നും അതുപോലെ തന്നെ എക്സ്ട്രാ നമ്മളുടെ കഴിവ് കൂടി, നമ്മുടെ സ്കിൽ ആൻഡ് നോളജ് ആണ് അല്ലെ. പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് കൂടാതെ നമ്മൾ കുറച്ച് കഴിവ് എല്ലാം മാനേജ് ചെയ്യുന്നതിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി കഴിവ് കൂടി നമുക്ക് വേണം. എല്ലാവർക്കും ചിലപ്പോ അതിനെ പറ്റില്ല. പക്ഷെ നമ്മൾ വി ഹാവ് ടു ഇൻക്രീസ് അവർ നോളജ് ത്രൂ ലേണിംഗ്. ഈ പറയുന്ന പഠിത്തത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, അതിങ്ങനെ ഇൻക്രീസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെക്കൊണ്ട് അത് പറ്റില്ല എന്നൊന്നും പറയണ്ട, എല്ലാവരെയും കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ നമ്മൾ അതിന് കുറച്ച് അതിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യണം അല്ലെ, എനർജറ്റിക് ആയിട്ട് ആക്ട് ചെയ്താൽ മതി. സോ എവറിഥിങ് വിൽ ബി പോസിറ്റീവ്, എല്ലാം പോസിറ്റീവ് ആയിട്ട് വരും. നമ്മളത് പിന്നെ പറ്റില്ല അയ്യോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വെച്ച് നമ്മൾ ബാക്കോട്ട് ഇൻട്രോവേർട്ട് ആവുക എന്ന് പറയില്ലേ ചില കുട്ടികൾ, ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയാണ്. ഞാൻ ഇൻട്രോവേർട്ടാ, എനിക്ക് ആരുകളുടെ മുമ്പിൽ ഇങ്ങനെ പറയും. ഇതൊക്കെ കുട്ടികൾ വെറുതെ പറയുന്നത്. അവരുടെ അവസരം വന്നു കഴിഞ്ഞാൽ അവരെ ഈ അവസരവാദികളാ. ഇൻട്രോവേർട്ടൊക്കെ മാറി അവര് വേറെ രീതിയിൽ പറയും. ഓക്കെ, ചില സമയത്ത് നമ്മൾ പറയും മോനെ നീ അത് ക്ലാസിക്കൽ ടീച്ചറിനോട് പറഞ്ഞാൽ കുട്ടികളോട് ഇങ്ങനെ പറയാൻ ശരി എന്നൊക്കെ പറയുമ്പോൾ പറയും എനിക്ക് പേടിയാ, ഞാൻ പറയില്ല, ഞാൻ ഇൻട്രോവേർട്ടാ. അവരുടെ ഒരു കണ്ടുപിടിച്ച ഒരു പുതിയ പദ അത്.
അതുപോലെ നമ്മൾ നേരത്തെ ഉള്ളത്, പക്ഷെ അവരാണ് അത് കൂടുതൽ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്നത്. അവരുടെ ഇടയിലാണ് ഈ ഒരു വേർഡ് കൂടി നടക്കുന്നത്, ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെ ആയിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യങ്ങള് സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും ആരെയും പേടിക്കണ്ട, അല്ലെ? അതിന് നമുക്ക് കഴിവുള്ളവരാണെങ്കിൽ പഠിത്തം പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത് മാത്രം പഠിച്ചിട്ടല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും നമ്മൾ തന്നെ മോൾഡ് ചെയ്തെടുക്കണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ്, അതാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ HODസും ഒരു രീതിയിൽ ഞാനൊന്ന് കമ്പയർ ചെയ്യുന്നു. ഒരു ഇതുപോലെ എക്സാമ്പിൾ വരെ പറയാം. ഈ HODs ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ HODകളുടെ പ്രത്യേകത എന്താണെന്ന് പറയാം. അവർക്കൊരു എന്താ പറയാ, ഒരു വേം ഐ വ്യൂ ആണെന്ന് പറയും. അവർക്കൊരു കാഴ്ചപ്പാട്, ഇങ്ങനത്തെ കാഴ്ചപ്പാട് മതി. ഏത് വേം എന്ന് പറഞ്ഞാൽ മണ്ണിലൊക്കെ കാണുന്ന ഒരു തരം മണ്ണീര, അല്ലെ? എർത്ത് വേം എന്ന് കണ്ടല്ലോ, മണ്ണീര, അല്ലെ? അതുപോലെ എന്തെങ്കിലും ഒരു ഇൻസെക്ട് മണ്ണിൽ മാത്രം. അപ്പൊ അതിനെന്തോ പറ്റുക, അതിന്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ മാത്രമേ കാഴ്ച പറ്റുള്ളൂ, കാണാനോ വീക്ഷിക്കാനോ കാര്യങ്ങളൊക്കെ നോക്കി അറിയാനോ ഒക്കെ പറ്റുള്ളൂ. കാരണം അതിന്റെ ആ ഒരു ഇട്ടാവട്ടത്ത് അവിടെ പറ്റുള്ളൂ. അതിങ്ങനെ മുകളിലേക്ക് പറക്കാനോ അതിനൊന്നും കഴിവൊന്നുമില്ല. സോ ഒരു HOD എന്ന് പറയുന്നത് അവരുടെ മാത്രം ഡിപ്പാർട്ട്മെന്റിനെ വ്യൂ ചെയ്യുന്നു, അവിടുത്തെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. അപ്പൊ ഒരു വേർഡ് ഐ വ്യൂ പോലെയാണ് അവരുടെ കാഴ്ചപ്പാടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടത് എന്താണെന്നറിയാമോ? ഒരു ബേർഡ് ഐ വ്യൂ ആണ്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് എ ബേർഡ്? ഒരു ബേർഡിന്റെ പ്രത്യേകത എന്താ? ബേർഡിന് എന്താ എന്ത് അഡ്വാൻറ്റേജാണ് കൂടുതലായിട്ടുള്ളത്? നമ്മളെക്കാളൊക്കെ ഇറ്റ് ക്യാൻ ഫ്ലൈ ഓവർ ആൻഡ് എബവ്, അല്ലെ? അതിന് ആകാശത്തിൽ ഇങ്ങനെ വിരിഞ്ഞ് പറന്നു നിൽക്കാൻ പറ്റും. അപ്പൊ എന്താ പറ്റുക? ആകാശത്തിൽ വിരിഞ്ഞ് പറന്നു നിൽക്കുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് ക്യാൻ ഹാവ് എ വൈഡ് വിഷൻ. എന്ത് പറ്റും അതിന്? ഒരു ദീർഘവീക്ഷണം അതിന് പറ്റും, അല്ലെ? കുറെ ഏരിയ അതിന് വീക്ഷിച്ച് നോക്കാൻ പറ്റും. അതുപോലെ ആയിരിക്കണം നിങ്ങളെന്ന്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ മീതെ പറന്നു നിൽക്കുന്ന പക്ഷികളെ പോലെ ഹോസ്പിറ്റലിനെ മൊത്തം മാനേജ് ചെയ്യേണ്ടതാണ്. ഹോസ്പിറ്റൽ പ്രമീസസിനകത്തുള്ള എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യേണ്ടവരാണ് നിങ്ങൾ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടി അങ്ങനെ ഒന്ന് എന്താ പറയാ അതിനൊക്കെ ഒരു സിമിലി പോലെ പറഞ്ഞു മാത്രം. ഓക്കെ, ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? അപ്പൊ എന്തിനാ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് എന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ? ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരുന്ന് അവിടെ മാത്രം ഇരുന്ന് ആ ചുറ്റുവട്ടത്തുള്ള ജോലി ചെയ്യുക, അവിടെ എന്താണ് നടക്കുന്നത് അതിനെ മാത്രം നോക്കാനല്ല പോകുന്നതെന്നാണ് ഇത് ഞാൻ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായല്ലോ? യെസ്, നൗ യു ഓൾ നോ ദാറ്റ് ഇറ്റ് ഈസ് എ 6 months കോഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇതൊരു 6 മാസത്തെ കോഴ്സാണ്. Those who have completed your +2 or degree, +2 കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം എന്ന് നിങ്ങൾ PROs വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ, ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ചോദിച്ചപ്പോ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും +2 ആണ് ക്വാളിഫിക്കേഷൻ, റൈറ്റ്? പറഞ്ഞത് അങ്ങനെയല്ലേ? +2 ഉള്ള ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? Can become a part of hospital without studying science subjects. എന്താ പ്രത്യേകത? പണ്ടൊക്കെ എന്ന് വെച്ചാൽ എന്താ പറ്റുക, ഇപ്പൊ നമ്മളുടെ കാലഘട്ടത്തിലൊക്കെ എന്താ പറയാ, ഈ +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സയൻസ് എടുത്തവർക്ക് മാത്രമേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിന്റെ അകത്ത് ജോലി ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ഹോസ്പിറ്റൽ നേഴ്സ് ആകണോ, ഡോക്ടർ ആകണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ആവണോന്നുണ്ടെങ്കിൽ നമുക്ക് സയൻസ് എടുത്ത് പഠിക്കണമായിരുന്നു, അല്ലെ? പക്ഷെ ഇവിടെ അത് വേണ്ട. Any subjects you can study. ഹ്യൂമാനിറ്റീസ് എടുത്തവരോ കൊമേഴ്സ് എടുത്തവരോ അല്ലെങ്കിൽ സയൻസ് എടുത്തവരോ ആരും ആയിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു കോഴ്സിന് ജോലി ചെയ്യാം, പഠിക്കാം, ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽസിൽ ജോലി ചെയ്യുന്ന ഒരു ഭാഗമാകാനും നിങ്ങളെ കൊണ്ട് സാധിക്കും, അല്ലെ? പണ്ടങ്ങനെ പറ്റി വരുന്നില്ല ഹോസ്പിറ്റൽസിൽ. ഇന്നാണെങ്കിലോ ആളുകൾ കൂടുതലും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. വൈ റീസൺ നേരത്തെ പറഞ്ഞത് തന്നെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് വിൽ നോട്ട് ഗോ ഡൗൺ. ഇനി ഒരിക്കലും ഹോസ്പിറ്റൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും താഴേക്ക് പോകില്ല, അല്ലെ? സ്വർണത്തിന്റെ വില മുകളിലേക്ക് പോകുന്നത് പോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഡിമാൻഡ് അങ്ങനെ ഹൈയായി തന്നെ നിൽക്കും. അതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മളാണ് അതിന്റെ റൂട്ട് കോസ്, അല്ലെ? മൂല കാരണങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. ആ കാരണങ്ങൾ നമ്മൾ തന്നെ അത് റെഡ്യൂസ് ചെയ്യാൻ ഇനി അതൊക്കെ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയ രീതിയിലാണ്, അല്ലെ? അപ്പൊ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമായിരിക്കണം. പക്ഷെ വി ആർ നോട്ട് ട്രൈങ് ഫോർ ഇറ്റ്. അതിനുവേണ്ടി നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. കാരണം നമ്മൾക്ക് കയ്യിൽ ടൈമില്ല, എല്ലാവരും തിരക്കിലാണ്. അപ്പൊ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് പല കാര്യങ്ങളെയും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു?
സമയമില്ല എന്ന പേരിൽ ഇല്ലാതാക്കുന്നു. കുറച്ചു നേരം നടക്കുക അല്ലെ. പണ്ടൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് കുറെ നടന്നിട്ടൊക്കെ ബസ് സ്റ്റോപ്പിലെങ്കിലും പോകണം, കുറെ നടന്ന് ബസ് സ്റ്റോപ്പിൽ പോകണം, അല്ലെങ്കിൽ ചില സ്ഥലത്തേക്കൊന്നും ബസ്സൂല, കാലെന്നെ വെച്ച് നടന്ന് അവിടെ എത്തണം അല്ലെ. അലക്കണം, അടിക്കണം, തൂക്കണം, തുടയ്ക്കണം, ഇതൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിരുന്നു. പക്ഷെ ഇന്നതൊന്നും ചെയ്യുന്നില്ല. ഇവിടുന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയ ഏതെങ്കിലും വണ്ടിയിൽ വീലറോ അല്ലെങ്കിൽ ഫോർ വീലറോ ഇല്ലാതെ നമ്മളെത്തില്ല. അറ്റ്ലീസ്റ്റ് ഇതൊന്നും ഇല്ലാത്തവര് ഒരു ഓട്ടോ എങ്കിലും വിളിച്ച് പഠിക്കാൻ കൊടുത്ത് നിർത്തി ത്രീ വീലറിൽ അതിന് കയറി പോകണം. നമ്മളുടെ ശരീരം നമ്മൾ അനക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ റൂട്ട് കോസ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് രോഗങ്ങളുടെ അളവും എണ്ണവും ഒക്കെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് മേഖല ഇനി ഒരിക്കലും താഴേക്കല്ല പോവുക, മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും എന്താഗ്രഹിക്കുന്നത്, ഒരു ഹോസ്പിറ്റലിൽ ഒരു ജോലി എത്തിയാൽ. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ഷോർട്ട് ടേം കോഴ്സ് ഇത്രയും എന്താ പറയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്തിരിക്കുകയാണ് സ്പോൺസറിങ്. അപ്പോ ആ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ അവസരം കൂടിയാണ് കേട്ടോ. നല്ലൊരു അവസരമാണ്. അത് പലർക്കും കിട്ടാതെ പോയിരിക്കുന്ന അവസരമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ്. ഓക്കെ. അപ്പൊ ആൻഡ് യു ക്യാൻ ബിക്കം ദ പാർട്ട് ഓഫ് എ ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇതിനകത്ത് ഒരു ജോലിക്കാരിയാകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ആൻഡ് ഓൾസോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിന്റെ ഒരു ഭാഗമായി ജോലിക്കാരിയാകാനോ ജോലിക്കാരനാകാനോ എല്ലാവരെയും നല്ല രീതിയിൽ നല്ല ബെസ്റ്റ് വിഷസ് അറിയിക്കുകയാണ്. ആൻഡ് നമുക്കറിയാം ഹോസ്പിറ്റൽസിലെ എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ആരാ? വർക്ക് ഫോഴ്സ്. ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് ജോലിക്കാരുണ്ട് അല്ലെ. സ്റ്റാഫ് മെമ്പേഴ്സ്, ഡോക്ടേഴ്സ്, നഴ്സസ്, അതർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാര്, ഇവരെല്ലാം കൂടി കളക്റ്റീവ് ആയിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനിലാണെങ്കിലും അവിടുത്തെ ജോലിക്കാരുടെ സമൂഹത്തെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സ്. അവിടുത്തെ ഒരു ഹോസ്പിറ്റലിന്റെ ഹ്യൂമൻ റിസോഴ്സ് അവിടുത്തെ ലോസ് ആൻഡ് ഓർഡേഴ്സ്, നിയമങ്ങള്, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലത്തെ ഫിനാൻസ് ആക്ടിവിറ്റീസ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള പണസംബന്ധമായിട്ടുള്ള കൈകാര്യങ്ങളൊക്കെ ഇല്ലേ. പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതുപോലെ മെഡിസിൻസ് വാങ്ങിക്കാൻ, മെഷീൻസ് വാങ്ങിക്കാൻ, ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ ഡെവലപ്മെന്റിന് ഒരുപാട് കാര്യങ്ങൾക്ക് അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ആക്ടിവിറ്റീസ് ഇതെല്ലാം എന്ത് ചെയ്യണം? ഓൾ ഹാവ് ടു ബി ഡിറക്റ്റഡ്, മാനേജ്ഡ്. ഈ എല്ലാ മേഖലകളും എന്ത് ചെയ്യണം? നമ്മൾ മാനേജ് ചെയ്യണം, ഡിറക്ട് ചെയ്യണം. അതിന് ഒരു സ്പെസിഫിക് വർക്ക് ഫോഴ്സ് ഈസ് നീഡഡ്. അതിന് വേണ്ട ഒരു പ്രത്യേകം സമൂഹമാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ കാർഡിയോളജി, ഓർത്തോപെഡിക്സ്, ഗൈനക്കോളജി പോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമല്ല അന്ന് അവിടുത്തെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യണം, അവിടുത്തെ ലോ ആൻഡ് ഓർഡേഴ്സ്, അവിടുത്തെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, എല്ലാ മേഖലകളിലും നമ്മളൊരു കണ്ണ് എത്തണം. എന്നാലാണ് അത് കൃത്യമായി മാനേജ് ചെയ്യപ്പെടുകയുള്ളൂ. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ പ്രൊവൈഡ് എ ക്വാളിറ്റി കെയർ ടു ദ പേഷ്യൻസ്. നമ്മളുടെ ആ ഒരു ശ്രദ്ധ കൊണ്ടാണ് അവിടെ വരുന്ന പേഷ്യൻസിന് ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. വെറുതെ വന്ന് എന്താ പറയാ നമ്മുടെ പേഷ്യൻസ് വരുന്നു, അവരെ മരുന്ന് കൊടുക്കുന്നു, ശരി മരുന്ന് കൊടുത്തു വിടും, അങ്ങനെ കൊടുത്താൽ പോരാ. കൊടുക്കുന്ന പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആകണം. ഈ മരുന്ന് കഴിച്ചെനിക്ക് രോഗം ഭേദമായി, അവർ ഹാപ്പി ആകണം. അവരെ ഹാപ്പി ആക്കുക, മാക്സിമം അവരെ ഹാപ്പി ആക്കി ഹോസ്പിറ്റലിൽ നിന്ന് വിടാവുന്നാലല്ലേ അടുത്ത രോഗം വരുമ്പോൾ വീണ്ടും വരുള്ളൂ ഇങ്ങോട്ട് അല്ലേ. അങ്ങനെയല്ലേ? നമുക്ക് ചില ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ടാമത് വീണ്ടും നമ്മൾ ചീട്ടെടുത്ത് അവിടെ തന്നെ പോകും. എന്ത് പിള്ളേരെ അവിടുത്തെ നഴ്സുമാര് ഒരു ഇതുമില്ല, ഒരു എന്താ പറയാ ഒരു മാനറ്റി ഇല്ല അല്ലെ. എന്താ പറയാ മനുഷ്യത്വമില്ല. മനുഷ്യത്വമില്ലാതെ പിള്ളേര് പെരുമാറുന്നേ. ഇനി ഞാൻ അവിടെ പോയി അടുത്ത ഹോസ്പിറ്റലിൽ തേടും നമ്മള് ഇല്ലേ? അങ്ങനെയല്ലേ? സോ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ക്വാളിറ്റി സർവീസസ് ആയിരിക്കണം ആൻഡ് ഇൻ കോസ്റ്റ് ഇഫക്റ്റീവ് വേയിലായിരിക്കണം. എങ്ങനെ? പരമാവധി ചെലവ് കുറച്ചുള്ള രീതിയിലും അവരെ വരുന്ന പേഷ്യൻസിനെ ഇടിച്ച് പിഴിഞ്ഞ് എടുത്താലും ഈ രണ്ട് കാരണമാണെങ്കിലും പിന്നീട് പേഷ്യൻസ് വരില്ല അല്ലെ. നമ്മള് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എന്താണ് നമ്മളെ എന്താ പറയാ കുത്തിപ്പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുക എന്നൊക്കെ പറയും അല്ലെ. ഭയങ്കരമായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ആ പേഷ്യൻസിനെ. ഈ കാരണമാണെങ്കിലും നമുക്ക് കിട്ടുന്ന സർവീസ് ക്വാളിറ്റി അല്ല എങ്കിലും പേഷ്യൻസിനോടുള്ള പെരുമാറ്റം, ബിഹേവിയർ ഒക്കെ മോശമാണെങ്കിലും ഈ രണ്ട് റീസൺസ് കൊണ്ടും പിന്നീട് നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകില്ല. പക്ഷെ ഈ രണ്ട് കാര്യങ്ങളും ഇഫക്റ്റീവ് ആണെങ്കിൽ എന്ത് ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് പേഷ്യൻസിന് ആൻഡ് ഇൻ കോസ്റ്റ് ഇഫക്റ്റീവ് വേ, അതും വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാൽ പേഷ്യൻസ് ഒടുക്ക എല്ലാ ഹോസ്പിറ്റൽസിലേക്ക് ഉണ്ടാകും. അപ്പൊ പിന്നെ ഹോസ്പിറ്റൽസ് ഡിമാൻഡ് കുറയോ കൂടോ? ഉടനെ ഉള്ളൂ. വീണ്ടും ഒരു 10 ആളോട് അവിടുത്തെ ഹോസ്പിറ്റലിൽ ഒന്ന് ചെന്ന് നോക്കുക. അവിടെ നഴ്സസ് എന്താ വളരെ എന്താ പറയാ ഇതായിട്ടാ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്.
എത്ര സ്വീറ്റ് ആയിട്ട് എന്താ പറയാ നല്ലൊരു ബിഹേവിയർ അവരുടെ എന്ന് നമ്മളൊരു 10 ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആൾക്കാർ വീണ്ടും വരും ഈ ഹോസ്പിറ്റലിൽ, കൂടുതൽ വരും, കൂടുതൽ പേഷ്യൻസിനെ കിട്ടും അല്ലെ. അതുപോലെ തന്നെ പൈസയുടെ കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ നോക്കിയിട്ട് മറ്റ് ഹോസ്പിറ്റൽസിൽ വെച്ച് നോക്കുമ്പോൾ ആ കോസ്റ്റും വളരെയധികം എന്താ പറയാ മിനിമൽ ആണ് എന്ന് നമ്മൾ പറയും 10 ആളുണ്ട്. അങ്ങനെയാണ്, അതാണെങ്കിലേ പറയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയും ഓ ഭയങ്കര കത്തിയ വാചകം, അതാണ് ഭയങ്കര കത്തിയ. പിന്നെ ആണെങ്കിലോ നഴ്സസ് ആണെങ്കിൽ തോന്നിയ പോലെ അവര് നമ്മളെ വിളിച്ചാൽ നമ്മുടെ സർവീസിന് അവര് കൃത്യമായിട്ട് വരില്ല. അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനൊക്കെ കൂടുതൽ അടുത്തറിയാൻ പറ്റും ആശുപത്രിയെ കുറിച്ച്. അവർക്ക് ഭയങ്കര മോശമാണ്, അവരുടെ സർവീസ് ഒക്കെ വളരെ മോശമാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ എന്ത് ചെയ്യും? വരാനിരുന്ന 10 പേര് വേണ്ട, അയ്യോ അവൾ പോകണ്ട, വേറെ സ്ഥലത്ത് പോകാം എന്നാണ്. ഓക്കെ, സോ ഇതൊക്കെ ഒരു ഹോസ്പിറ്റൽസിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടവരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഇത്ര ഡിമാൻഡബിൾ ആയിട്ടുള്ള കോഴ്സ് എങ്ങനെ ആയി എന്ന് പറഞ്ഞു അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാൻ പോകുന്ന നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് അല്ല ആസ് എ ഹോൾ, ആസ് എ ഹോൾ ആണ് മൊത്തത്തിൽ മാനേജ് ചെയ്യേണ്ടവരാണ്. അത് ഏത് ഡിപ്പാർട്ട്മെന്റുകളായിക്കോട്ടെ, ഫിനാൻസ്, ലോ ആൻഡ് ഓർഡേഴ്സ്, ഹ്യൂമൻ റിസോഴ്സ്, എല്ലാ മേഖലകളെയും നമ്മൾ ഒന്ന് കണ്ടെത്തിക്കണം, അതിനെയൊക്കെ മാനേജ് ചെയ്യണം. പേഷ്യൻസിന് ക്വാളിറ്റി കെയർ കിട്ടുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തണം. അതും കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ബേസിൽ. ഓക്കെ, ആൻഡ് ബിഫോർ concluding, let's discuss about the job opportunities. ഇനി നമുക്ക് ഇതിന് ജോലി സാധ്യതകൾ എവിടെയൊക്കെയാണ്? ആശുപത്രികൾ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി, അതായത് എബ്രോഡൊക്കെ ഒരുപാട് ചാൻസസ് ഉള്ള ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മളിവിടെ പഠിച്ചിരുന്ന ഒരുപാട് കുട്ടികളൊക്കെ ജോലി കിട്ടിയതായിട്ടും കുറച്ചുപേര് പുറത്തു പോകാനും വേണ്ടിയിട്ടാണ് ഇത് പഠിച്ച് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരും കിട്ടിയവരും ഒക്കെ നമ്മളോട് റിവ്യൂ പറയാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് സെൻഡ് ചെയ്യാൻ നമ്മൾ അറിയിക്കാറുണ്ട്. അപ്പൊ ഒരു അബ്രോഡിലും കൂടുതൽ ചാൻസസ് ഉള്ള ഒരു കോഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാവർക്കും ആവശ്യമുണ്ട്. എന്തായാലും രോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് നാട്ടിലായാലും ആശുപത്രികളിൽ ഈ പറയുന്ന ആളുകളുടെ എണ്ണം ആവശ്യമുണ്ട് കൂടുതലും. ഓക്കെ, അപ്പൊ ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ, ചില ക്ലിനിക്സ് ഒക്കെ പോലെ പ്രവർത്തിക്കുന്ന ഇതുണ്ട്, അവിടെയൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ആവശ്യമുണ്ട്. പിന്നെ പബ്ലിക് ഹെൽത്ത് ഏജൻസീസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, അവിടെയൊക്കെ ഇന്ന് കുറച്ച് കൂടുതലാണ് ഇത്തരം മേഖലകളിലും ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒരു എന്താ പറയാ ആവശ്യകത, നെസസിറ്റി ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ്, ഇൻഷുറൻസിലൊക്കെ ജോലി കിട്ടിയ ഒരുപാട് പേരുണ്ട് കേട്ടോ. കുട്ടികൾ നമുക്ക് എന്നോട് എന്താ പറയാ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചു, മാം എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഇതിന് വേണ്ടി ചെന്നപ്പോ ഇൻഷുറൻസ് സെക്ടറിലാണ് എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അവർ ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അതിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഇൻഷുറൻസ് ഒക്കെ പഠിക്കാനുണ്ട്, അതൊരു ടോപ്പിക് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, പുറത്ത് നമ്മൾ പറഞ്ഞല്ലോ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ, പിന്നെ റിഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, റിഹാബിലിറ്റേറ്റ് ചെയ്തില്ലേ, അതായത് പുനരധിവസിപ്പിച്ചിട്ട് ശുശ്രൂഷയൊക്കെ കൊടുക്കുന്ന ചില സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. ചില ബെഡ് റിട്ടൺ ആയിട്ടുള്ള കിടപ്പ് രോഗികളൊക്കെ കൊണ്ടുവന്ന് ചികിത്സിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ അവിടെയും ആവശ്യമുണ്ട്. പിന്നെ നഴ്സിംഗ് ഹോമുകൾ, അത് പ്രൈവറ്റ് നഴ്സിംഗ് ഹോമുകളിലൊക്കെ ഇഷ്ടംപോലെ ചാൻസസ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന മേഖലകളിലൊക്കെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചാൻസസ് വെയിറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഏതെങ്കിലുമൊക്കെ മേഖലകൾ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്തരം ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലൊക്കെ ചെന്ന് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതൊക്കെ ചാൻസ് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നിങ്ങൾ വളരെ ചിന്തിച്ച് നല്ല എന്താ പറയാ ബുദ്ധിയോടെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ഏതൊരു അവസരവും നമുക്കുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൈകളിലേക്ക് വരും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? കൈകളിലേക്ക് വരുന്നവർക്ക് നമ്മൾ വീട്ടിൽ കെട്ടി നോക്കിയിരിക്കുകയാണോ? അല്ല, വി ഹാവ് ടു ഓൾസോ ട്രൈ അല്ലെ, നമ്മളും ട്രൈ ചെയ്യണം. നമ്മുടെ സ്കില്ലും നോളജും ഒക്കെ വെച്ചിട്ട് നമ്മള് ഒരു സ്ഥലത്ത് വന്ന് മുട്ടി അവിടെ തുറന്നില്ല, അല്ലോ ഇവിടെ വേണ്ട ആവശ്യമില്ല, ആളെന്ന് പറഞ്ഞു ഈ കോഴ്സ് പഠിച്ചിട്ട് ജോലി കിട്ടുന്ന മേഡം പറഞ്ഞു, അവിടെ PROs പറഞ്ഞു, അവര് പറഞ്ഞു, ഇത് പറഞ്ഞു, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് അയ്യോ അത് വേണ്ട സർട്ടിഫിക്കറ്റ് കൊണ്ട് എവിടെയെങ്കിലും ഇരിക്കുകയാണോ? അല്ല, എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് തുറക്കും എപ്പോഴെങ്കിലും അല്ലെ. ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡോടുകൂടി മുന്നോട്ട് പോകണം. ഓക്കെ, now let's discuss about the salary. ഇതിന്റെ ഒരു സാലറി വെച്ച് നോക്കുമ്പോൾ ഗവൺമെന്റിലാണെങ്കിൽ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നത് ഏകദേശം 30,000 to 40,000 ആണ്. 30,000 40,000 ഇടയിൽ ആ റേഞ്ചിലാണ്
ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന സാലറി എന്ന് പറയുന്നത്. ആൻഡ് മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനൊക്കെ ആണെങ്കിൽ 10 to 20,000, 10,000 മുതൽ 20,000 രൂപ വരെയുള്ള സാലറി റേഞ്ച്. ഓക്കെ, അപ്പൊ അതിന് കൂടുതലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മള് ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോ എന്ത് കോഴ്സ് പഠിക്കുമ്പോഴും അതിന്റെ അത് കൂടുതൽ ജോലി ചെയ്ത് നമ്മൾ എക്സ്പീരിയൻസ് കൂടി നേടിക്കഴിയുമ്പോഴാണ് അതിൽ നമുക്ക് കൂടുതൽ പ്രൊമോഷൻസ് കിട്ടുക, അല്ലെ? കൂടുതൽ നമ്മൾ പ്രൊമോട്ടഡ് ആകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ സീനിയോറിറ്റി കിട്ടുന്നത് അതനുസരിച്ച് തന്നെയാണ്. സീനിയോറിറ്റി അനുസരിച്ചും നമ്മുടെ സാലറിയിൽ ഇൻക്രിമെന്റ് ഉണ്ടാകും. ഓക്കെ, സോ അതനുസരിച്ച് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളുടേതായ ഫുൾ എഫേർട്ട് പ്ലസ് ഹാർഡ് വർക്ക് ആൻഡ് നമുക്ക് ജോലി ചെയ്യാനുള്ള ആ ഒരു വില്ലിങ്നെസ്, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ആക്റ്റീവ് ആയാലാണ് നമുക്ക് ആ ജോലി നേടിയെടുക്കാൻ സാധിക്കുക. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് അത്ര ചില്ലറക്കാരനല്ല, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. സോ നിങ്ങൾക്ക് അതിനു വേണ്ടി ഒരു അവസരം കിട്ടി, അല്ലെ? പല ആളുകൾക്കും കുറെ കുറച്ചുകൂടി മുമ്പൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ചിലപ്പോ അവരുടെ കോഴ്സ് കഴിഞ്ഞിട്ട് അയ്യോ ഞാനിത് പഠിച്ചു അതുകൊണ്ട് എനിക്കൊരു ഹോസ്പിറ്റലിൽ ജോലിക്കായിട്ട് കയറാൻ പറ്റിയില്ല, അങ്ങനെ ചിന്തിക്കുന്നവർ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിനൊരു അവസരമാണ് മുമ്പിലുള്ളത്. സോ യു ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ഇറ്റ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? അത് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല റിസൾട്ടുകൾ അത് കിട്ടാൻ എല്ലാവർക്കും പറ്റും. നമ്മൾക്ക് എന്താ പറയാ പറ്റില്ല എന്ന് ആരും വിചാരിക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അല്ലെ? ബി പോസിറ്റീവ്. അത് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? നെഗറ്റീവ്സ് ഉണ്ടാക്കും, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന്. അയ്യേ ഈ സമയത്താണ് ഇനി പഠിക്കാൻ പോണേ, ഇപ്പൊ പഠിച്ചിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവ്സ് ഒക്കെ പറയുന്നു. Just don't bother about it. അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുന്ന വേണ്ട. Leave it and make that negatives positive. എന്ത് ചെയ്യണം? ആ നെഗറ്റീവ്സിനൊക്കെ നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റണം. അതിലാണ് നമ്മുടെ കഴിവ്. ഓക്കെ, ആ കഴിവ് പുറത്തേക്ക് കൊണ്ടുവരാം. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ക്ലാസ്സുകളൊക്കെ കിട്ടിക്കഴിയുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം അതിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. ഇത്രയും ഡിമാൻഡബിൾ ആയിട്ടുള്ള കോഴ്സ് ആയതും ഇത് ഇത്ര പോപ്പുലർ ആയതും ഇതിന്റെ പിന്നിലുള്ള ചില കാരണങ്ങളാണെന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ബാക്കി ഭാഗം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ സ്മാർട്ട് സ്ക്രീനിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് സർ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സിൽ പറയുക. സോ സാറിന്റെ ക്ലാസ് ഒരു പർട്ടിക്കുലർ ഡേ നിങ്ങൾക്ക് അതിന്റെ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമില് ഓൾറെഡി അത് ഗൂഗിൾ ക്ലാസ് റൂം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവും. ഗൂഗിൾ ക്ലാസ് റൂമില്ലേ ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരെയും ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഓക്കെ, അപ്പൊ അതിൽ വരും ഇന്ന ദിവസം ജയദേവ് സാറിന്റെ ക്ലാസ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ലഭിക്കുവാൻ. അപ്പൊ നിങ്ങൾ അത് കയറി നോക്കി കയറുക. പിന്നെ നമ്മുടെ ക്ലാസ് ഇന്ന് ഇൻട്രോ ക്ലാസ് ആണ്. റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അറിയിക്കുന്നതായിരിക്കും. എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നെക്സ്റ്റ് വീക്കിലാണ്. പക്ഷെ അത് എന്നാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കണം. ഗൂഗിൾ ക്ലാസ് റൂമിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് നോട്ടിഫിക്കേഷൻ വരുമ്പോ അതൊന്ന് ഓപ്പൺ ചെയ്ത് എന്താണ് എന്ന് നോക്കണം. ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നമ്മളിപ്പോ ഇത് എടുത്തത് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ആൻഡ് ഇത് ടുക്ക് ഏകദേശം ഒരു മണിക്കൂറിന് 10 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ അത്രയും നേരം ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് റേഡിയോ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം നിങ്ങൾ കേട്ടു. ലൈവില് ഇരുന്നവരെ ഓൾറെഡി കേട്ടിട്ടുണ്ട്. കുറെ കുട്ടികളൊക്കെ കയറാൻ പറ്റാത്തവര് ഇതിന്റെ റെക്കോർഡഡ് വീഡിയോസ് കുറെ പേര് കാണും. കുറച്ചധികം പേര് കാണൂല. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ റെഗുലർ ക്ലാസ് എടുക്കാൻ ടീച്ചേഴ്സ് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന മൊഡ്യൂൾസ് അനുസരിച്ച് അവർ പോർഷൻസ് എടുക്കാൻ കയറുന്നത്. ഓരോന്ന് ടീച്ചറെ അതെന്താ, മിസ് ചെയ്തെന്താ, അതെന്താ, ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ കയറിയില്ല, അതിന്റെ കാര്യം പറയുമല്ലോ. നെവർ, പറയിപ്പിക്കില്ല ആരെയും ഞാൻ. എന്താ കാരണം? റെക്കോർഡ് ക്ലാസ് കാണണ്ടേ? ഈ വീഡിയോസ് ഓരോന്നും നിങ്ങൾ എന്താ പറയാ ഇവിടെ പറഞ്ഞ കാര്യം കയറാൻ പറ്റാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരിപ്പോ കേൾക്കണില്ല എനിക്കറിയാം. പക്ഷെ എങ്കിലും അവര് എപ്പോഴെങ്കിലും കേൾക്കണം. കാരണം എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഈ പറഞ്ഞ ക്ലാസ് കാണാനിട്ടാ. അപ്പൊ ക്ലാസ് കാണാതെ നിങ്ങൾ ഇരുന്ന് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് അവരുടെ പോർഷൻസ് വിതിൻ ടൈം, ഇതൊരു ഷോർട്ട് ടേം പീരീഡിലുള്ള ഒരു കോഴ്സാണ്. വി ഹാവ് ടു കംപ്ലീറ്റ് വിതിൻ ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റിപ്പുലേറ്റഡ് ടൈം. ആ തന്നിരിക്കുന്ന സമയത്തിന് നമുക്ക് നമ്മുടെ പോർഷൻസ് പഠിപ്പിച്ച് നിങ്ങളെ തീർക്കണം. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ടൈമുകൾ പോകും. 6 മാസത്തെ കോഴ്സ് ചിലപ്പോൾ 10 മാസത്തെ കോഴ്സ് ഡിപ്ലോമ തന്നെ കഴിയാൻ വരും. അത് വഴി ഒരുക്കാതിരിക്കാനാണ് ഇത്തരം സംശയങ്ങളൊന്നും ചിന്തിച്ച് ടീച്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കേണ്ട. അപ്പൊ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കൃത്യമായി കാണുക. നിങ്ങൾക്ക് 4 മൊഡ്യൂൾസ് ആണ് നിങ്ങൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കാനുള്ള. 4 മൊഡ്യൂൾസ്. ഓരോ മൊഡ്യൂൾസിലും ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട്. ആദ്യത്തെ മൊഡ്യൂളിൽ ഒരു 13 ചാപ്റ്റർ ഉണ്ട്. ഫസ്റ്റ് മൊഡ്യൂളില്. സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. അടുത്ത മൊഡ്യൂളിൽ ഒരു
13 ചാപ്റ്റർ ഉണ്ട്, പിന്നത്തേല് ഒരു 11. അങ്ങനെ മൊത്തം 52 ചാപ്റ്റേഴ്സ് അടങ്ങുന്ന 4 മൊഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അത് ടീച്ചേഴ്സിന് അവർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അവർ വന്ന് ക്ലാസ് എടുക്കുള്ളൂ. അവർക്കൊരു ടൈം ടേബിൾ ഉണ്ട്. ആ ടീച്ചേഴ്സ് ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസ്സിൽ കയറും. ടൈം ടേബിൾ ഒക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും കേട്ടോ. ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. വെറുതെ നമ്മള് ഒരു ടെൻഷൻ അടിച്ച് നമുക്ക് ഒന്നും ചെയ്യാനില്ല അല്ലെ. ടെൻഷൻ വെറുതെ നമ്മൾ അടിച്ച് നമ്മളുടെ ശരീരത്തെ വീണ്ടും നമ്മൾ ഫിസിക്കലി നമ്മള് എന്താ പറയാ രോഗിയായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, ഒരു ടെൻഷനും വേണ്ട. എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂം വഴി നിങ്ങളെ അറിയിക്കും. വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതിനുവേണ്ടി ഇവിടെ നമ്മള് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അല്ല, ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും ഉണ്ടാക്കാം. നിങ്ങൾ ചിലപ്പോ ഗൂഗിൾ എന്താ പറയാ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ നിങ്ങൾ ഫോം ചെയ്യായിരിക്കും. നിങ്ങൾ എല്ലാവരും ഒരു ബാച്ച് ആണല്ലോ, അപ്പൊ ചെയ്യായിരിക്കും. നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ഇപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക് ടീച്ചർ പഠിപ്പിച്ചു, അത് ഒന്ന് മനസ്സിലായില്ല, ആർക്കെങ്കിലും അത് മനസ്സിലാക്കി തരാൻ പറ്റുന്നുണ്ടോന്ന് ചിലപ്പോൾ ഒരു കുട്ടി ചോദിച്ചു കഴിയുമ്പോ ഒന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അത് നല്ല കാര്യമാണ് അല്ലെ. കൊടുക്കും തോറും കൂടുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. എന്താ അത് അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നോറും, നമ്മളിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നതോറും നമ്മളിൽ വർദ്ധിക്കുന്ന ഒരേ ഒരു സാധനമുള്ളൂ, ദാറ്റ് ഈസ് അറിവ് അല്ലെ. അറിവല്ലേ. അല്ലാതെ ഞാൻ എന്റെ കയ്യിലുള്ള എന്ത് എടുത്തു കൊടുത്താലും എന്റെ കയ്യിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ബാക്കി എന്ത് സാധനത്തെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്താൽ അറിവാണ് അങ്ങോട്ട് കൊടുക്കുന്നതോറും വർദ്ധിക്കുന്ന ഒരു സാധനം. വേറെ ഒന്നുമില്ല അല്ലെ. ഞാൻ കുറെ എന്തെങ്കിലും എടുത്ത് വാരി കൊടുത്തു, അതെന്റെ ഇത് കുറയും, ഒബിയസ്ലി കുറയുമല്ലോ. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുന്നത് നല്ല കാര്യമായിരിക്കും. നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അതുവഴി ഒരുക്കും. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നുള്ള ഇൻഫോർമേഷൻസ് ഇൻസ്ട്രക്ഷൻസ് ഗൂഗിൾ ക്ലാസ് റൂം വഴിയായിട്ട് ആയിരിക്കും തരിക. അപ്പൊ നിങ്ങൾ അതൊന്നും ഇടയ്ക്ക് ശ്രദ്ധിക്കണം. ഇൻട്രൊഡക്ഷൻ ക്ലാസ് കാണാത്ത കുട്ടികൾ ഇപ്പോൾ ഇല്ല, എനിക്കറിയാം. അവരിത് വാച്ച് ചെയ്യുക. അതിന്റെ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ നമ്മൾ മറ്റു ചില വീഡിയോ കാണുമ്പോൾ നമ്മളിങ്ങനെ ഫാസ്റ്റ് അടിച്ച് കാണുമല്ലോ അല്ലെ. അങ്ങനെ കണ്ടാലും കാര്യമില്ല. കാരണം ഇവിടെ എന്തൊക്കെ പറഞ്ഞാൽ അത് മുഴുവൻ കേൾക്കണം. സാറിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണെങ്കിലും അങ്ങനെ തന്നെ ഫുൾ കേൾക്കണം. ഓക്കെ, സർട്ടിഫിക്കറ്റ് സംബന്ധമായിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം ഡിസ്കസ് ചെയ്യാനാണ് സാറിന്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഏത് ദിവസമാണെന്ന് സാർ അറിയിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ഇൻഫർമേഷൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് കയറുക. അത്തരം സംശയങ്ങൾ കൃത്യമായി സാറിനോട് ചോദിച്ച് അതിന് സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടെത്തുക. അതല്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തരുമോ അങ്ങനെ തരുമോ എന്നൊക്കെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ, സോറി മീൻസ് നമ്മുടെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ വേറെ പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചാലും ആൻസർ, മര്യാദയ്ക്കുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് സാർ വരുമ്പോൾ സാറിനോട് കൃത്യമായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുക. ക്ലാസ് എന്താണെന്ന് വീണ്ടും ഞാൻ പറയാണ്, ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് തരും. അതനുസരിച്ച് നിങ്ങൾ ക്ലാസ്സിന് വേണ്ടി ജോയിൻ ചെയ്യുക. ഓക്കെ ഓക്കെ, ആർ യു ഹാപ്പി വിത്ത് ദിസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്? നിങ്ങളുടെ മനസ്സിലെ കുറെ തെറ്റിദ്ധാരണകളോ ചിന്തകളോ എന്താണ് സ്മാർട്സ് തരാൻ പോണേ? ഇത്രയും നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങളുടെ എന്താ പറയാ ഈ കോഴ്സിന് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്തതെന്നും ഈ കോഴ്സിന്റെ മൊത്തം എമൗണ്ട് എത്രയാണെന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെ. അതിന്റെ തൊട്ടപ്പുറത്തെ റൈറ്റ് സൈഡിൽ ഒരു സീറോ കൂടി ഇട്ടാലാണ് പുറത്ത് ഈ ഒരു കോഴ്സ് പല സ്ഥലങ്ങളിലും ഓഫർ ചെയ്യുന്നത് അല്ലെ. അന്വേഷിച്ചിരുന്നോ അല്ലെ. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ആ എമൗണ്ടിന്റെ അതെത്രയാണോ അതിന്റെ അത് നിങ്ങൾക്കറിയാലോ. അതവിടെ ഇരിക്കട്ടെ. അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു സീറോ കൂടി ചേർന്ന് വിലയില്ലാത്തൊരു സാധനമാണല്ലോ 0. ഒരെണ്ണം കൂടി ഇട്ട് കഴിയുമ്പോൾ ആ ഒരു എമൗണ്ടിനൊക്കെയാണ് പുറത്തൊക്കെ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നത്, ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മളത് ചെയ്യണം. അപ്പൊ വില കുറഞ്ഞു കൊടുക്കുന്നതെല്ലാം ക്വാളിറ്റി കുറഞ്ഞതാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. അത് ഒരിക്കലും അല്ല. അത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെറുപ്പം മനസ്സിലായി. ഓക്കെ, സോ അത് ഇനിയുള്ള കാര്യം നിങ്ങൾക്ക് നന്നായി പഠിക്കുക. ഓക്കെ, ആൻഡ് ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിശാമിൽസിനെ വിളിക്കണം, ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വരും. അതിന് വേണ്ടി ഞാൻ അവിടെ കാത്തിരിക്കേണ്ടാവും. ഓക്കെ, നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരില്ല. പിന്നെ നമ്മൾ തമ്മിൽ ചിലപ്പോ ഇനി ലാസ്റ്റ് ആയിരിക്കും കാണാം കോഴ്സ് അത് കഴിയുമ്പോ. അപ്പൊ നിങ്ങൾ വിളിച്ചാൽ വരും, അല്ലെങ്കിൽ വരില്ല. ഓക്കെ, പേര് മറന്നോ? എന്റെ പേര് മറന്നോ? ഇല്ലല്ലോ. കുറച്ചധികം പേര് വൈകിയാ കയറിയ. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോ ഇത്രയും കുട്ടികൾ ഉണ്ടായിരുന്നില്ല. പേരൊന്ന് പറയൂ ആരെങ്കിലും, ഒന്ന് പറയോ? ഓക്കെ, യെസ്, എന്റെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കുട്ടികൾ ഇട്ടിട്ടുണ്ട്. കുറച്ചധികം പേര് വൈകിയാണ് ജോയിൻ ചെയ്തത്. നമ്മൾ കറക്റ്റ് 10:30 ഇൻട്രൊഡക്ഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഞാനിവിടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. 4 മിനിറ്റ് വൈകിയാണ് ഞാനിത് ഓപ്പൺ ചെയ്തത് ക്യാമറ. ബിക്കോസ് കുറെ പേരെ കണ്ടില്ല, അതുകൊണ്ടാണ്. വളരെ കുറച്ച് പേരായിരുന്നു തുടങ്ങിയപ്പോഴായിരുന്നു. ഓക്കെ, എന്റെ പേര് നിഷ എന്നാണ്.
അപ്പൊ നിങ്ങൾ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യമല്ല കേട്ടാ, ടീച്ചർ പഠിക്കുന്ന ടോപ്പിക്കിൽ സംശയം ടീച്ചറോട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യും. അതർ തിങ്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത മറ്റേതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചാൽ മതി. മിസ്സോട് കാണണമെന്ന് പറഞ്ഞേക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ പറയും, ഗൂഗിൾ ക്ലാസ് റൂമിൽ പറഞ്ഞു തരും. ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാ പ്രൊവൈഡ് ചെയ്യണേ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ അവർ പറഞ്ഞു തരും, അവര് ഇൻഫോർമേഷൻസ് വിടും. സോ അതനുസരിച്ച് നിങ്ങൾക്ക് ബുക്ക് വാങ്ങിക്കാനോ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ അതിനുള്ള ഒരു ആൻസർ കിട്ടും. ഓക്കെ, സോ ആർ യു ഹാപ്പി? ഹാപ്പി ആയോ എല്ലാവരും? ചിലർക്ക് കിട്ടിയിരുന്നു. ഓക്കെ അല്ലേ? സോ നൗ ഇറ്റ് ഈസ് ടൈം ടു വൈൻഡ് അപ്പ്. അപ്പൊ നമ്മളുടെ ഇൻട്രോ ക്ലാസ്സിന്റെ ഈ ഭാഗം, ഈ സെഷൻ ഇവിടെ അവസാനിച്ചു. നമുക്ക് പോകാനുള്ള സമയമായി. സോ ഹോപ്പിംഗ് that you will call me and let's now wind up. Bye. Thank you. Thank you so much. Thank you, madam.